പാല പൈക ടൗണിനോട് തൊട്ട് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടി 100 മീറ്റർ എന്നുള്ള രീതിയിൽ തൊട്ടടുത്ത് നമുക്ക് ഹോസ്പിറ്റൽ, സ്കൂള്, പള്ളി എന്ന് വേണ്ട സകല കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് വെറും 100 മീറ്റർ എന്ന നിലയിൽ 7.5 സെൻറ്റിൽ 12,230 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത്. മുറ്റം മൊത്തം ഗ്രാവൽസാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു കാർ പോർച്ച് വന്നിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് ടൈലിലാണ് വന്നിരിക്കുന്നത്. കയറി വാ. ഇതാണ് നമ്മുടെ പില്ലേഴ്സ് പോയിരിക്കുന്നത്. പില്ലേഴ്സ് കൂടെ ഒരു ചെറിയ ക്ലാഡിങ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തേക്കിൻ്റെ നല്ലൊരു വുഡൻ ഫിനിഷിൽ തേക്കിൻ്റെ ഒരു ഡോറ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. കംപ്ലീറ്റ് സീലിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ചെറിയ സെപ്പറേഷൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ, ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ വന്നിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് കോമ്പാക്റ്റായിട്ട് ആ വാഷ് ഏരിയ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂമുകളിലൊന്ന് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അതുകൂടാണ്ട് നമുക്കിവിടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു കബോർഡ്, നമുക്ക് വാർഡ്രോബ് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ഫിറ്റിംഗ് മുഴുവൻ പോയിരിക്കുന്നത് തുറക്കൂ CC വെളിച്ചം വരട്ടെ എന്നുള്ള ഇതിലാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം പോയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഫിറ്റിംഗ് എല്ലാം ഹിൻവെയറിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഒരു വാർഡ്രോബ് പോലെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കാണാം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. മറ്റൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ടൈലുകളാണ്, വോൾ ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഫിറ്റിംഗ് മൊത്തം വന്നിരിക്കുന്ന ഹിൻവെയറിലാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് മുഴുവൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. മുഴുവൻ ഈ വീടിന് മൊത്തം 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം ഇതും നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമായിട്ട് എനിക്ക് തോന്നി. അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ഡ്രസ്സിങ് ഏരിയ പോലെ നമുക്കിവിടെ ഒരു ചെറിയ ഏരിയ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. വേറെ ഡിസൈനിലുള്ള ടൈലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഹൈവേ ആണ്. നമുക്കപ്പം ബസ് യൂട്ടിലിറ്റി ആവശ്യമുള്ളവർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് ആവശ്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഈ വീടിനെ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ. അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ഒരു വർക്ക് ഏരിയ പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റോർ ഏരിയ പോലെ, അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ കൊടുക്കാമെന്നുള്ള രീതിയിലൊരു സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്.